ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മളിന്ന് പഠിക്കേണ്ടത് 1ാം ക്ലാസ്സിലെ EVSലെ ബാക്ക് ടു ഗ്രീൻ എന്ന ചാപ്റ്ററാണ്. രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ബാക്ക് ടു ഗ്രീൻ. എന്താണ്? പച്ചപ്പിലേക്ക് തിരിച്ചുപോക്ക്, പച്ചപ്പിലേക്കുള്ള തിരിച്ചുപോക്ക്. ഗ്രീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പച്ച. ബാക്ക് എന്ന് പറഞ്ഞാൽ തിരിച്ചു പോകുക, ബാക്ക് ടു ഗ്രീൻ. അപ്പം നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പം നമുക്ക് ചാപ്റ്റർ പഠിച്ചു തുടങ്ങാം. ബാക്ക് ടു ഗ്രീൻ. ഒരു പാരറ്റ് ആണല്ലേ ഉള്ളത് ഈ പിക്ചറിൽ. അപ്പോൾ ഒരു പാരറ്റ് ഉണ്ട്. അപ്പോൾ പാരറ്റ് എന്താണ് പറയുന്നത്? പാരറ്റ് ആരാണ്? തത്ത. തത്ത എന്തോന്നാണ് പറയുന്നത്? വെൻ വിൽ മൈ ചിക്സ് കം ഔട്ട്? എപ്പോഴാണ് എൻ്റെ കുഞ്ഞുങ്ങൾ വരുന്നത്? എൻ്റെ മുട്ട വിരിഞ്ഞ് എപ്പോഴാണ് കുഞ്ഞുങ്ങൾ വരുന്നത്? പോളി ഈസ് വെയിറ്റിംഗ് ഫോർ ഹർ ചിക്സ്. എന്താണ്? പോളി എന്നാണ് ആ തത്തയുടെ പേര്. അവൾ ആർക്കു വേണ്ടി കാത്തിരിക്കുകയാണ്? അവളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. വേർ ആർ പോളീസ് ഫ്രണ്ട്സ്? അപ്പോൾ പോളിയുടെ ഫ്രണ്ട്സ് എവിടെയാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പോളിയുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണ്? അടുത്ത പിക്ചറിലുണ്ട്. എലഫൻറ്റ്, ഡക്ക് ആൻഡ് റാബിറ്റ്. അവരെന്താണ് പറയുന്നത്? പോളി ആർ യു ചിക്സ് ഔട്ട്? പോളി, നിന്റെ കുഞ്ഞുങ്ങൾ പുറത്തു വന്നോ? നിന്റെ മുട്ട വിരിഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. നോ, ഐ ആം വെയിറ്റിംഗ്. അപ്പോൾ പോളി എന്ത് പറഞ്ഞു? പോളി ഒരു മരത്തിലിരുന്നുകൊണ്ട് പറയുകയാണ്, ഇല്ല, ഞാൻ കാത്തിരിക്കുകയാണ്. എൻ്റെ ചിക്സിനായി, എൻ്റെ കുഞ്ഞുങ്ങൾക്കായി ഞാൻ കാത്തിരിക്കുകയാണ്. വിൽ ഹർ ഫ്രണ്ട്സ് വെയിറ്റ് ദെയർ? അവളുടെ കൂട്ടുകാർ അവൾക്ക് വേണ്ടി കാത്തിരിക്കുമോ? ദീസ് ആർ പോളീസ് എഗ്സ്. ഇതെല്ലാമാണ് പോളിയുടെ മുട്ടകൾ. ദ ഫസ്റ്റ് ലിറ്റിൽ പാരറ്റ് കംസ് ഔട്ട്. അപ്പോൾ ആദ്യത്തെ മുട്ട വിരിഞ്ഞ് ആ ചെറിയ തത്ത പുറത്ത് വന്നു. ഐ ആം ഔട്ട്. അപ്പോൾ ആ ചെറിയ കുഞ്ഞ് എന്താണ് പറയുന്നത്? ഞാൻ പുറത്തെത്തി. ദ സെക്കൻഡ് ലിറ്റിൽ പാരറ്റ് കംസ് ഔട്ട്. അടുത്ത മുട്ടയും വിരിഞ്ഞു, ആ തത്തയും പുറത്തെത്തി. അപ്പോൾ അടുത്ത തത്ത എന്ത് പറഞ്ഞു? ഐ ആം ഔട്ട്. ഞാനും പുറത്തെത്തി എന്ന് പറഞ്ഞ് മൂന്നാമത്തെ മുട്ടയും വിരിഞ്ഞ് മൂന്നാമത്തെ കുഞ്ഞും പുറത്തെത്തി. ദ തേർഡ് ലിറ്റിൽ പാരറ്റ് കംസ് ഔട്ട്. നൗ ദെയർ ആർ 3 പാരറ്റ്സ്. 3 തത്തകളും പുറത്തെത്തി. മുട്ട വിരിഞ്ഞ് 3 പേരും പുറത്തെത്തി. ഇപ്പോൾ 3 ചെറിയ തത്തകളുണ്ട്. 1 ലിറ്റിൽ പാരറ്റ് കംസ് ഔട്ട് ഫസ്റ്റ്. ആദ്യം ഒരു ചെറിയ തത്ത പുറത്തു വന്നു. ദ സെക്കൻഡ് ലിറ്റിൽ പാരറ്റ് കംസ് ഔട്ട് നെക്സ്റ്റ്. അടുത്ത് രണ്ടാമത്തെ ചെറിയ തത്ത പുറത്തു വന്നു. ദ തേർഡ് 3 ലിറ്റിൽ പാരറ്റ്സ് ഓപ്പൺ ദെയർ ഐസ്. അവർ 3 ചെറിയ തത്തകളും കണ്ണ് തുറന്നു. അപ്പോൾ ആ 3 ചെറിയ തത്തകൾക്കും നമുക്ക് പേരിടണ്ടേ? അപ്പോൾ ആദ്യത്തെ തത്തയുടെ പേരെന്താണ്? ഐ ആം ജിൽ. എൻ്റെ പേരാണ് ജിൽ. ഐ ആം ദിൽ. എൻ്റെ പേരാണ് ദിൽ എന്ന് രണ്ടാമത്തവൻ പറഞ്ഞു. മൈ നെയിം ഇസ് റിൽ. മൂന്നാമത്തവൻ എന്ത് പറഞ്ഞു? എൻ്റെ പേരാണ് റിൽ. അപ്പോൾ 3 പേർ ആരൊക്കെയാണ്? ജിൽ, ദിൽ, റിൽ. ആരൊക്കെയാണ്? ജിൽ, ദിൽ, റിൽ. ഇനി എന്താണ് അവർ 3 പേരുടെയും പ്രത്യേകത? ജിൽ ഹാസ് ബിഗ് ബീക്ക്. ജില്ലിന് വലിയ ബീക്കുണ്ട്. ബീക്ക് എന്നാൽ എന്താണ്? കൊക്ക്. വലിയ കൊക്കുണ്ട്. ദിൽ ഹാസ് ലോങ് ലെഗ്. ദില്ലിനോ നീണ്ട കാലുകളുണ്ട്. റിൽ ഹാസ് റെഡ് റിംഗ്. റില്ലിന് കഴുത്തിന് ചുറ്റും ഒരു ചുവന്ന വളയമുണ്ട്. ഇനി എന്താണ്? അടുത്ത് നോക്കിയേ. 1 2 3 ജിൽ, ദിൽ ആൻഡ് റിൽ ഫ്ലൈ ആൻഡ് ഫ്ലൈ അപ്പ് ഇൻ ദ സ്കൈ. പാടിയേ. 1 2 3 ജിൽ, ദിൽ ആൻഡ് റിൽ fly and fly up in the sky. 1 2 3 ജിൽ, ദിൽ ആൻഡ് റിൽ fly and fly up in the sky. എന്താണ്? 1 2 3 1 2 3 ജിൽ, ദിൽ ആൻഡ് റിൽ 1 2 3. തത്തകളുടെ പേരെന്തൊക്കെയാണ്? ജില്ല്, ദിൽ ആൻഡ് റിൽ. ഫ്ലൈ ആൻഡ് ഫ്ലൈ പറന്നു, പറന്നു. അപ്പ് ഇൻ ദ സ്കൈ എവിടേക്ക്? ആകാശത്തിലേക്ക്, മുകളിലേക്ക് പറന്നു. അടുത്ത പിക്ചറിൽ എന്താണ്? അമ്മ തത്തമ്മ അവരെ എല്ലാവരെയും നോക്കിയിരിക്കുകയാണ്. അപ്പോൾ എന്തു പറ്റി? ജിൽ, ദിൽ ആൻഡ് റിൽ പ്ലേ അറൗണ്ട്. റിൽ ഫ്ലൈസ് അവേ. ജില്ലും ദില്ലും റില്ലും കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് എന്തു പറ്റി? റിൽ ഫ്ലൈസ് അവേ. റിൽ എങ്ങോട്ടേക്കോ പറന്നുപോയി. വിൽ റിൽ കം ബാക്ക്? ഇനി റിൽ തിരിച്ചു വരുമോ? അപ്പോൾ അമ്മ തത്തമ്മയ്ക്ക് വളരെ വിഷമമായി. അമ്മ തത്തമ്മ നോക്കിയേ, വിഷമിച്ച് ഇരിക്കുകയാണ്. റിൽ ഫോൾസ് ഇൻ ടു എ ടിൻ. ദർ ഈസ് റെഡ് പെയിൻറ് ഇൻ ഇറ്റ്. റിൽ നിങ്ങളെപ്പോലെ ഒരു കുസൃതിയുള്ള കുട്ടിയാണ്. അപ്പോൾ റിൽ എന്ത് ചെയ്തു? പറന്നു വീണത് ഒരു ടിന്നിലേക്കാണ്. ആ ടിന്നിലാണെങ്കിലോ മുഴുവനും റെഡ് പെയിൻ്റ് ആയിരുന്നു. ക്യാൻ റിൽ കം ഔട്ട് ഓഫ് ദ ടിൻ? റില്ലിന് ആ ടിന്നിൻ്റെ പുറത്തേക്ക് വരാൻ പറ്റുമോ? അപ്പോൾ റില്ലിതോ റെഡ് കളർ പെയിൻറ്റിൽ വീണ് കിടക്കുന്നത് നിങ്ങൾ കണ്ടോ?
അടുത്തെന്താണ്? റിൽ വാസ് ഗ്രീൻ. റില്ലിന് പച്ച കളറായിരുന്നു. അപ്പോൾ തത്ത എന്ന് പറയുമ്പോൾ പച്ച നിറമാണ്. നൗ ഹീസ് റെഡ്. റെഡ് പെയിന്റിൽ വീഴുന്നപ്പോഴോ അവന് ചുവപ്പ് നിറമായി. ഹീ വാക്സ് ഹോം. അവൻ വേഗം വീട്ടിലേക്ക് പോയി. വാട്ട് വിൽ ജിൽ ആൻഡ് ദിൽ സേ? ജില്ലും ദില്ലും റില്ലിനെ കാണുമ്പോൾ എന്തു പറയും? റില്ലിനെ കണ്ടതും ദില്ലും ജില്ലും എന്തു ചോദിച്ചു? ഹൂ ആർ യു? അവർക്ക് മനസ്സിലായത് പോലുമില്ല. അവർ ചോദിക്കുകയാണ്, നീ ആരാണ്? ഐ ആം റിൽ. ഞാൻ റില്ലാണ് എന്ന് റില്ല് പറഞ്ഞു. നോ, റില്ലീസ് ഗ്രീൻ. അപ്പോൾ അവരെന്ത് പറഞ്ഞു? ഇല്ല, റില്ല് എന്താണ്? പച്ച നിറമാണ്. നീ ചുവപ്പല്ലേ എന്ന് പറയുകയാണ്. വാട്ട് വിൽ റിൽ ഡു നൗ? ഇപ്പോൾ ഇനി റില്ല് എന്താ ചെയ്യാ? റില്ലിന് ഇത് കേട്ട് വളരെ വിഷമമായി. റില്ലി സാഡ്. റില്ലിന് വളരെ വിഷമം തോന്നി. സാഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിഷമം. ഹീ വാക്സ് അവേ. അവൻ ആരോടും മിണ്ടാതെ നടന്നു പോയി. വേർ വിൽ റിൽ ഗോ? ഇപ്പോൾ റില്ല് എങ്ങോട്ടേക്ക് പോകുമിനി? അപ്പോൾ പെട്ടെന്ന് ഒരു വലിയ മഴ പെയ്തു. മഴയത്ത് റില്ലിൻ്റെ ദേഹത്തുണ്ടായിരുന്ന ചുവന്ന നിറമെല്ലാം ഒലിച്ചു പോയി. കം, ഇറ്റ് ഈസ് റെയിനിങ്. വരൂ, ദേ മഴ പെയ്യുകയാണ്. അങ്ങനെ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. മഴ പെയ്യാൻ തുടങ്ങി. അവൻ്റെ ദേഹത്തുള്ള ചുവന്ന നിറമെല്ലാം പോയി. വാട്ട് വിൽ ഹാപ്പൻ നൗ? ഇനി എന്താണ് സംഭവിക്കുക? അപ്പോൾ അമ്മ അവനോട് എന്ത് പറഞ്ഞു? റിൽ മൈ ഡിയർ. അപ്പോൾ അമ്മ പറയുകയാണ്, റിൽ നീ റിയലല്ലേ? മൈ ഡിയർ എൻ്റെ പ്രിയപ്പെട്ടവന് കുഞ്ഞേ. ഹുറേ, ഐ ആം ഗ്രീൻ അഗെയിൻ. അപ്പോൾ അവൻ എന്തായി? വളരെ സന്തോഷമായി. ഹുറേ, ഞാൻ വീണ്ടും പച്ച നിറമായി. ഇത് കണ്ട് എലഫൻറ്റും ഡക്കും റാബിറ്റും എല്ലാം സന്തോഷിക്കുകയാണ്. അപ്പോൾ ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? നന്നായി പഠിക്കുക. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.